ട്രസ്റ്റാണ്, വിശ്വാസം. നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളെ നമുക്ക് വിശ്വാസമുണ്ടോ? എന്തേ വിശ്വാസം ഇല്ലാത്തത്? ചെറുപ്പത്തിലെ ഹൃദയം കൊണ്ട് പണിത ബന്ധത്തിന് പകരം ചോദ്യോത്തരങ്ങളെ കൊണ്ട് പണിത ബന്ധ. വീട്ടിൽ ഭർത്താവ് കയറി വന്ന ഭർത്താവ് കുളിക്കാൻ പോയ സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ കോൾ രജിസ്റ്റർ പരിശോധിക്കുന്ന ചില ഉമ്മമാരിപ്പോഴും ഉണ്ട്. ഞാൻ അറിഞ്ഞതാ അത്. ഒരു കോൾ രജിസ്റ്റർ, നിങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ, ആവശ്യമില്ലാത്ത ഫിത്തന ഉണ്ടാവും ഇത് പറഞ്ഞാൽ. കോൾ രജിസ്റ്റർ പരിശോധിക്കും. ഭാര്യൻ്റെ ഫോൺ പരിശോധിക്കും. വന്നാൽ ഇങ്ങനെ നോക്കും, 2 വീലറിൻ്റെ കലയുണ്ടോ മുറ്റത്ത് എന്നൊക്കെ നോക്കുന്ന ആണുങ്ങളുണ്ട്. ഭ്രാന്ത, മാനസിക വൈകല്യ, ട്രസ്റ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. നരകത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത് പോലെയാണ് മക്കൾ അതിൻ്റെ അകത്ത് നിന്ന്. ഒന്നുമില്ലാണ്ട്. ഞാൻ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ചില എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ അതെങ്കിലും ചിത്രമായി നിങ്ങളുടെ ഉള്ളിൽ നിൽക്കും. 10-12 കൊല്ലം മുമ്പ് മൊബൈൽ പോലും ഇല്ലാത്തൊരു സമയത്ത് ഞാനൊരു കേസ് എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഓർക്കുന്നു. തലശ്ശേരിയുടെയും കണ്ണൂരിൻ്റെയും ഇടയിലുള്ള 32 വയസ്സുള്ള പെണ്ണും 38 വയസ്സുള്ള ആണും പിണങ്ങിയിട്ട് 2 വർഷമായി. പലരും ഇടപെട്ടു, കമ്മിറ്റി ഇടപെട്ടു, മഹൽ ഇടപെട്ടു. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസക്കുറവ്. ഭർത്താവിന് ജോലി മുംബൈയിൽ. അപ്പോൾ ഒരു ദിവസം 12:35 ഭർത്താവിൻ്റെ ലാൻഡ്ലൈനിലുള്ളൂ. വിളിച്ചപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് ഫോൺ എടുത്തു. അതാണ് പ്രശ്നം. അവിടെ നിന്ന് തുടങ്ങുന്നത്. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കേട്ട പാതി കേൾക്കാതെ പാതി പോയി വീഴരുത്. ഹലോ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ ഭാര്യ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അവിടെ ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുന്നു. ചില ഉമ്മമാർ എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ കോരി ഒഴിച്ചു കൊടുക്കും. ഉമ്മ പറഞ്ഞു, ബോംബെയിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി അന്നേരം എന്നോട് ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം, നമുക്കൊരു പണി ചെയ്യാം, നാളെ ഇതേ സമയത്ത് വിളിച്ചു നോക്കാം, അവൻ്റെ സ്വഭാവം നമുക്ക് തീർക്കാലോ എന്ന് പറഞ്ഞു. കണ്ടോ, നാളെ ഇവൾ കാത്തു നിന്നു കേട്ടോ. 12:35 ഫോണെടുത്ത് വിളിച്ചു നോക്കുമ്പോൾ അതേ പെണ്ണിൻ്റെ ശബ്ദം. ഇവിടെയാണ് ഈ കുഴപ്പത്തിൻ്റെ തുടക്കം. 2 വർഷം ഈ ആണും പെണ്ണും പിണങ്ങി നിന്നു. സത്യം ഞാൻ കണ്ടതാ. ഇത് നമ്മൾ എടുത്തൊരു കേസാണ്. ഇപ്പോൾ ചില സംഗതികൾ ഉള്ളി തൊലിക്കുന്ന പോലെ തൊലിക്കണം. ഇപ്പോൾ ഉള്ളി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഉള്ളിൻ്റെ വില കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ ബാലൻസ് തെറ്റാറുണ്ട്. കിച്ചൻ്റെ ഉള്ളി എടുത്തു നോക്കിയാൽ അതൊന്ന് തൊലിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊരു തൊലിയാണ്. അതിനെ തൊലിച്ചു നോക്കിയാൽ പിന്നൊരു തൊലിയാണ്, പിന്നൊരു തൊലി, അവസാനം ഒന്നും ഉണ്ടാവില്ല. ചില വിഷയങ്ങൾ തൊലിക്കണം, സംസാരിക്കണം എന്ന്. ഈ രണ്ടാളും 2 ധ്രുവത്തിൽ നിന്നിട്ട് അവനവന് കിട്ടിയത് കൊണ്ടിട്ട് വെടിമരുന്നാക്കി നടക്കരുത് സംശയത്തിന്. ഇവിടെ എന്താ ഉണ്ടായെന്നറിയോ? ഇദ്ദേഹം ആദ്യം നിസ്കരിച്ചൂടെ, അല്ലെങ്കിൽ എന്തിനാ പിറ്റേത്തേക്ക് കാത്തുനിന്ന് ഒരു അരമണിക്കൂറിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കൂടെ? ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി നോക്കണം. ആണോ അല്ലേ, ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കണം, ഒന്ന് തൊലി പൊളിച്ചു നോക്കണം. നമ്മൾ ഫാൾ ഇൻ സഡൻ കൺക്ലൂഷൻ എന്ന് പറയും സൈക്കോളജിയിൽ. കിട്ടിയത് വെച്ചിട്ടൊരു കൺക്ലൂഷനിലേക്ക് വീണേക്കുക. പല വീട്ടിലും ഈ വിശ്വാസക്കുറവുണ്ട്. വിശ്വാസക്കുറവ് കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു സൈക്കിക് ഡിസോർഡറാണ്, സൈക്കോ ന്യൂറോ ഡിസോർഡറാണ്. മരുന്ന് കഴിച്ചാൽ പോലും മാറൂല, ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല. ഭാര്യനെ വേണം, ഭർത്താവിനെ വേണം, പക്ഷേ ഇത് മനസ്സിന്ന് പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ പെട്ടുപോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഒന്ന്, വിശ്വാസം കൊണ്ട് നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കണം, ട്രസ്റ്റ് കൊണ്ട് ബന്ധിപ്പിക്കണം. അവിടെ വേറെ എക്സ്ക്യൂസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി വാതിലടിച്ച് ഭാര്യയും ഭർത്താവും ഉള്ളു തുറന്ന് സംസാരിച്ച് അടികൂടുമ്പോൾ ഇപ്പുറത്തെ കൈ പിടിക്കണം എന്നാ, തീർത്തേക്കണം. അത് വേറെ ആളുടെ കോടതിയിൽ എത്തരുത്, അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ചയാവരുത്, അത് പീഡിക കോലായിലേക്ക് പോകരുത്, ഇത് കുടുംബ സദസ്സുകളിലേക്ക് പോകരുത്. പരസ്പരം ചേർത്തു പിടിച്ചിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോകണം. അത് ദാമ്പത്യ ബന്ധത്തിൻ്റെ 1ാമത്തെ T അനുശാസിക്കുന്നുണ്ട്. ബന്ധമില്ലേ നിങ്ങളുടെ ജീവിതം കുളമായി കിട്ടും. കുട്ടികൾ അതിൻ്റെ അകത്തു നിന്നും ഈ അവരുടെ വികാരങ്ങൾ അടക്കി പിടിച്ച് ഇങ്ങനെ ജീവിക്കും. ചാൻസ് കിട്ടിയാൽ അവരും വഴികേടിലേക്ക് പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 1ാമത്തെ T. 2ാമത്തെ T എന്ന് പറയുന്നത് ടച്ച് ആണ്, സ്പർശനം. മുസ്തഫ മാഷെ മടിയിൽ പേരക്കുട്ടി ചാഞ്ഞ് കിടന്നിങ്ങനെ മാഷ അതിനെ തൊട്ടിരിക്കുന്നു. അതൊരടയാളാണ്.
നമ്മളെ കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ വേണ്ട ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്പർശനം എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തിരിക്കുന്ന ഞങ്ങൾക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ? ഞാൻ ഈ ഒരു 10 സെക്കൻഡ് സമയം തരാം. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട്. കണ്ടോ, ചിലർക്കൊക്കെ ഭയങ്കര മടിയാ, വെറുതെ കൊടുക്കൂ. ബന്ധത്തിൽ കൈകൾ ചേർത്ത് പിടിക്കുന്നിടത്ത് പാപമോചനമുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കൈ പിടിച്ചേക്കണം. സ്പർശനം നമ്മുടെ സുഷുമ്നാ നാഡികളെ ഉണർത്തും. തലച്ചോറിൽ അതൊരു പുതിയ വേവ്സ് ഉണ്ടാക്കും. അത് രോഗങ്ങളെ ഇല്ലാണ്ടാക്കും, അല്ലേ? നമ്മളതുകൊണ്ട് ചേർത്ത് പിടിച്ച് കരയും. സങ്കടം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിച്ച് കരയും. ആ സ്പർശനം രോഗത്തെ ഇല്ലാണ്ടാക്കും. നമ്മൾ ഭൂരിപക്ഷ ആളുകളും എന്തേ രോഗികളാവുന്നത്? തലച്ചോറിലേക്ക് നിരന്തരമായി വൃക്കയുടെ അടുത്തിൽ നിന്നും അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പോകും. അത് ദുരന്തത്തിൻ്റെ ഹോർമോണാണ്. സങ്കടത്തിൻ്റെയും ബേജാറിൻ്റെയും വെപ്രാളിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഹോർമോണാണ്. കുറച്ച് നേരം മുസ്തഫമാഷ്ക്ക് ഞാൻ ആ ഹോർമോൺ കൊടുത്തു. ഞാൻ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് കുറച്ച് ബേജാറാവുമ്പം ആ ഹോർമോൺ ഇങ്ങനെ തലക്ക് പിടിക്കും. പകരം നിങ്ങൾ ദുആ മജ്ലിസിലേക്ക് കൊണ്ടുവന്നിട്ട് സെറിട്ടോണിനെ കൊണ്ടുവന്നു. സെറിട്ടോണിൻ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ ഹോർമോണാണ്. നല്ലോണം ആവശ്യത്തിന് ഉറങ്ങി വേണ്ട പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബത്തിൻ്റെ അകത്ത് ഒരു ബന്ധം എന്നെ ചേർത്ത് പിടിക്കാനുണ്ടെന്ന് ഫീൽ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ ആ ഹോർമോൺ വരും. രോഗമൊന്നും ഉണ്ടാവില്ലെന്നേ. ഈ അഡ്രിനാലിൻ കൊണ്ട് ആളുകൾക്ക് രോഗം വരുമെന്ന് മാത്രമല്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ഈ സമാധാനമില്ലാത്തവർ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നത്. ഇസ്ലാം സമാധാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു, പക്ഷെ എല്ലാവരും ഒരുതരം ദുരന്തമുഖത്ത് ജീവിക്കുന്നത് പോലെയാണ്. അപ്പോൾ സ്പർശനം ഉപയോഗിച്ചിട്ട് ബന്ധത്തെ ഊഷ്മളമാക്കാം. കൊടുവള്ളിയിൽ നിന്ന് ഭർത്താവ് ഭാര്യ ഒരു യാത്ര കോഴിക്കോടേക്ക്. കാറൊന്നുമില്ല, നല്ല KSRTC ബസ്സുണ്ട്, നിങ്ങളായി വഴിക്കൂടെ പോന്നേ. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? ബാക്കിലൂടെ കയറിയിട്ട് ജനറൽ സീറ്റിലിരുന്നു. കാരണം ഈ മനുഷ്യനൊരു 3/4 മണിക്കൂർ കിട്ടുമല്ലോ കോഴിക്കോടേക്ക്. ആ ഇരിക്കുമ്പോഴെങ്കിലുമൊക്കെ ഒന്നിച്ചു ഇരിക്കാൻ വേണ്ടിയിട്ട്. ഭർത്താവ് എന്ത് ചെയ്തു എന്നറിയോ? അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു. ഇദ്ദേഹത്തിന് ഇത് അറിയണ്ടേ? ഭാര്യൻ്റെ അടുത്ത് വേറെ ആൾ വന്നിരുന്നു, ജനറൽ സീറ്റല്ലേ. ഇതിന് കുറേ അലങ്കാരങ്ങളുണ്ട്. കിട്ടിയ സമയത്ത് എങ്ങനെയെങ്കിലും ചേർത്ത് പിടിച്ചേക്കണം. ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിട്ട് നിങ്ങളിങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കൈയൊക്കെ ഒന്ന് പിടിച്ചാൽ ഒരു ഡയലോഗ് കിട്ടാനുണ്ട്. ക്ലാസ് കേട്ടിട്ട് നന്നായിപ്പോയി അല്ലേ? അതും കൂടി സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. ആരായി പറയണത്? കൂടെ ജീവിക്കുന്ന നല്ല പാതിക്ക് അതൊക്കെ പറയാൻ പറ്റും. അതിനെ എടുക്കണം നിങ്ങളെന്ന്. അപ്പോൾ സ്പർശനം വലിയൊരു ഒരു താളമാണ് ലൈഫിൽ. നിങ്ങൾ കൊച്ചു കുഞ്ഞു കരയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഉമ്മമാരോട് കൊച്ചു കുഞ്ഞു കരയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മളതിന് ചേർത്ത് പിടിക്കുവാൻ അത് തീർന്നു. എല്ലാ മനുഷ്യനും അത് കിട്ടണം.